അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ടൂറിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് എത്തിയത് എങ്ങനെയാണെന്നൊന്നും കാണാൻ പറ്റില്ല. കാരാബ്ലാക്കിനാണ് ഈ വില്ലേജിൻ്റെ പേര്. അൽമാട്ടി സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീട്ടിലാണ് 2 ദിവസം ഇനി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഈ വീടിൻ്റെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വില്ലേജ് കണ്ട സന്തോഷത്തിൽ അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ടൂർ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റതൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബസ്സിലേക്ക് പോയി. ആദ്യത്തെ ലൊക്കേഷൻ കായംകുളം ലേക്കാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വേണം. നമ്മൾ പക്ഷേ ഡയറക്റ്റ് നമ്മൾ പോകുന്ന ബസ്സിലല്ല, അവിടുന്ന് മാറിയിട്ട് വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് പോയത്. കാരണം അത് ഫുൾ ഓഫ് റോഡായിരുന്നു. അങ്ങനെ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു 40 മിനിറ്റിൻ്റെ അടുത്ത് പോകാനുണ്ട് കേട്ടോ. നടക്കുവാണെങ്കിൽ നമുക്ക് 3 ഓപ്ഷനാണ്: നടക്കാം, അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ്, അല്ലെങ്കിൽ ഒരു മിനി ബസ്സുകളുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മിനി ബസ്സിലായതുകൊണ്ട് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദൂരെ ഇങ്ങനെ സ്നോ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നിറയെ പൈൻ ട്രീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ നടക്കുന്ന വഴിക്ക് സംഭവിച്ച് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം കണ്ടു. ഞാൻ ആദ്യമായിട്ട് സ്നോ കണ്ടു കേട്ടോ. വിൻ്റർ ഓൾമോസ്റ്റ് കഴിയാനായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തൊന്നും ഇതുപോലെ കാണാൻ പറ്റില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. അപ്പോൾ അത് കണ്ട് എൻ്റെ സന്തോഷം എത്രയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ പക്ഷേ നമുക്ക് ഇനി കുറച്ചും കൂടെ നമുക്ക് പോകേണ്ടായിരുന്നു. നമ്മൾ ഇനി അങ്ങോട്ട് നടന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ മെയിൻ ലൊക്കേഷനിലെത്തി. ഇതാണ് കേട്ടോ കായംകുളം ലേക്ക്. ഈ ലേക്കിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഒരു ഡീപ്പ് ബ്ലൂയിഷ് ഗ്രീൻ ആയിരുന്നു കേട്ടോ. ഈ ലേക്ക് ഫോം ചെയ്തത് ഒരു എർത്ത് കൊണ്ടാണ് കേട്ടോ. അന്നത്തെ സമയത്തുണ്ടായ മഴയുടെയും പിന്നെ മൗണ്ടെയ്ൻസിനെയൊക്കെ വാട്ടർ ഫില്ല് ചെയ്തിട്ടാണ് ഈ ലേക്ക് ഉണ്ടായത്. പിന്നെ ആ സമയത്ത് മരങ്ങളൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മുങ്ങിപ്പോയ മരങ്ങൾ ഇപ്പോഴും അതുപോലെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ മിനി ബസ്സിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നമ്മുടെ മെയിൻ ബസ്സിൽ കയറിയിട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അടുത്ത ലൊക്കേഷൻ കോൾസായ് ലേക്കാണ് കേട്ടോ. കോൾസായ് ലേക്ക് നമുക്ക് നമ്മുടെ ബസ് നിർത്തി അവിടെ നിന്ന് തന്നെ നമുക്ക് ആ വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് കുറച്ച് താഴേക്ക് നടന്നൊക്കെ പോകേണ്ടി വരും. അങ്ങനെ നടന്ന് കുറേ നല്ല ഭംഗിയുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിലൂടെ നമ്മൾ താഴെ എത്തി. താഴേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു കൂട്ടാണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണുന്നത് ആ നേരെ കാണുന്ന മൗണ്ടെയ്ൻസിൻ്റെ പേരാണ് ടിയാൻ ഷാൻ മൗണ്ടെയ്ൻസ് കേട്ടോ. പിന്നെ നിറയെ പൈൻ ട്രീസും ആ ഒരു പൈനും സ്പ്രൂസ് ട്രീസും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കൂടെ നമുക്ക് ആ മൗണ്ടെയ്ൻസിന് കാണാനുള്ളൊരു വ്യൂ ഉണ്ട്. അത് നോക്കി നമ്മൾ കുറച്ച് നേരം ലേക്കിൻ്റെ അവിടെ ഇരുന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കാലൊന്നും വെള്ളത്തിലിട്ട് നോക്കിയിട്ടോ. തണുപ്പെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നേ. പിന്നെ നമ്മൾ മേലേക്ക് വന്നിട്ടോ. അവിടെ നോക്കി നമുക്ക് ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ നല്ല സമാധാനമാണ് കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ വെറുതെ ഇരുന്നു. നമ്മൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ടൂറിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അന്ന് രാത്രി ഒരു ബോൺഫയർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായി, ഡാൻസൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ടായിട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം, ഗ്രൂപ്പ് ടൂറിൻ്റെ ആദ്യത്തെ ദിവസം അതോടുകൂടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.